ചെറുതുരുത്തി കേരള കലാമണ്ഡലത്തിലെ താൽക്കാലിക ജീവനക്കാരെ പിരിച്ചുവിട്ട ഉത്തരവ് പിൻവലിച്ചു. എന്നാൽ ഒരു വിഭാഗം താൽക്കാലിക ജീവനക്കാർ ജോലിയിൽ പ്രവേശിക്കാതെ പ്രതിഷേധിച്ചു. കേരള കലാമണ്ഡലത്തിൽ നിന്നും കഴിഞ്ഞ ദിവസം 134 താൽക്കാലിക ജീവനക്കാരെ പിരിച്ചുവിട്ടിരുന്നു. എന്നാൽ മന്ത്രി സജി ചെറിയാനും വൈസ് ചാൻസലർ AP രാധാകൃഷ്ണനും ഞായറാഴ്ച നടത്തിയ ചർച്ചയിൽ ഉത്തരവ് പിൻവലിക്കാൻ നിർദ്ദേശിക്കുകയായിരുന്നു. രാത്രിയോടെ ഉത്തരവ് തിരിച്ചെടുക്കുകയും ചെയ്തു. ഇതോടെ ഒരു വിഭാഗം ജീവനക്കാർ തിങ്കളാഴ്ച കലാമണ്ഡലത്തിലെത്തി ജോലിയിൽ പ്രവേശിച്ചു. ടെമ്പററി ടീച്ചേഴ്സ് യൂണിയൻ്റെ ഭാരവാഹികളാണ്. ഇന്ന് എല്ലാവർക്കും അറിയുന്നത് പോലെ കേരള കലാമണ്ഡലത്തിൽ കഴിഞ്ഞ ശനിയാഴ്ച വൈകുന്നേരം 4 മണിയോട് കൂടിയിട്ട് ഒരു അറിയിപ്പ് വന്നു. എല്ലാ താൽക്കാലിക ജീവനക്കാരെയും പിരിച്ചുവിട്ടു എന്ന് പറഞ്ഞിട്ടാണ് വാർത്ത നമുക്കൊരു അറിയിപ്പ് വന്നത്. അതിൻ്റെ ഭാഗമായിട്ട് സാംസ്കാരിക വകുപ്പ് മന്ത്രി അതുപോലെ നമ്മുടെ MLAയും MP ഒക്കെ ഇടപെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ വന്നിട്ടുള്ള അറിയിപ്പ് റദ്ദാക്കി എന്ന് പറഞ്ഞിട്ട് ഇന്നലെ വൈകുന്നേരം ന്യൂസ് വന്നു. അതിൻ്റെ ഭാഗമായിട്ട് ഇന്നലെ രജിസ്ട്രാറിൻ്റെ നിർദ്ദേശപ്രകാരം എന്നാൽ തിരിച്ചെടുക്കുന്നതിനെ സർക്കുലർ ഇറക്കിയില്ലെന്നും മാനദണ്ഡങ്ങൾ പാലിച്ചില്ലെന്നും ആരോപിച്ചാണ് 60ഓളം അധ്യാപകർ ജോലിയിൽ പ്രവേശിക്കാതെ പ്രതിഷേധിച്ചത്. തിരികെ ജോലിയിൽ പ്രവേശിക്കുന്നതിന് സർക്കുലർ ഇറക്കാത്ത പക്ഷം ആരും ജോലിയിൽ പ്രവേശിക്കില്ലെന്ന് അധ്യാപകർ വ്യക്തമാക്കി. 3 ദിവസത്തെ സമരം പ്രഖ്യാപിച്ചാണ് ഇവർ മാറി നിൽക്കുന്നത്. വിവേക്, പൂജ, സന്തോഷ്, ബിന്ദു എന്നിവർ സമരത്തിന് നേതൃത്വം നൽകി.